ഗൈസ്, വീണ്ടും ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ്. ആക്ച്വലി നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഇതൊരു എക്സ്പെരിമെൻ്റൽ കുക്കിംഗ് വ്ളോഗാണ്. പക്ഷേ എക്സ്പെരിമെൻറ്റ് സക്സസ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് റോസ്റ്റാണ്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ പ്രോൺസ് വെച്ചിട്ടൊരു ഐറ്റം ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ഓൺ റെസിപ്പിയൊന്നുമല്ല, ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ട് ഫൈനലി ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ പ്രോൺസ് എടുക്കുക, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക, നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഫ്രൈങ് പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ സംഭവം ഫ്രൈ ചെയ്യാം. ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നും ആവണ്ട, ഒരു ഷാലോ ഫ്രൈ. അത് കഴിഞ്ഞ് ഈ ഫ്രൈ ചെയ്ത സാധനം നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. നമ്മൾ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലോട്ട് ഒരു പിടി കൊച്ചുള്ളി, മീൻസ് ചെറിയ ഉള്ളി എടുക്കുക. പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് അതുകൂടെ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇളക്കലാണ് ഗൈസ്, ഇളക്കൽ. അത് കഴിഞ്ഞിട്ട് ഈ ഉള്ളി ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 3 to 5 മിനിറ്റ്സ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്കതിലോട്ട് കുറച്ചും കൂടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ട് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചൊന്ന് മൂടി വെച്ച് വീണ്ടും ഒരു 3 to 5 മിനിറ്റ്സ് വേവിക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഇങ്ങനെ സൈഡിൽ തെളിഞ്ഞ് വരും. ആ ടൈമിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസും കൂടി ഇതിലോട്ട് മിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില എത്ര വേണോ ആഡ് ചെയ്യാം. ഞങ്ങൾക്കിവിടെ മല്ലിയിലയുടെ ഫ്ലേവർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ മല്ലിയില ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഇളക്കുകയാണ് ഗൈസ്, ഇളക്കൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പ്രോൺസ് വേകാൻ ആവശ്യത്തിന്, അതായത് ആ പ്രോൺസ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നോർമൽ വാട്ടർ ഒഴിച്ചാലും മതി. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ മാത്രമാണ് ഈ പ്രോൺസിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. സോ നമ്മൾ ഈ ടൈമിൽ നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ പ്രോൺസ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ചേർക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് അടച്ച് വെച്ച് വേവിക്കുക. ആക്ച്വലി ഞാനിത് അടച്ച് വെച്ച് വേവിച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് ഞാൻ അങ്ങനെ തന്നെ സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഈ ഒരു പരുവായിരുന്നു. സോ ഞാനൊരു 5 മിനിറ്റ്സും കൂടെ വീണ്ടും സിമ്മിലിട്ടിട്ട് വേവിച്ചെടുത്തു. അപ്പോൾ നമ്മൾ കറക്റ്റ് പരുവം കിട്ടി. സോ എല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങളിവിടെ അപ്പമായിട്ട് കോമ്പിനേഷനായിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.